അപ്പോൾ ഗൈസ്, നമ്മുടെ GS ഒന്ന് വീണു, എക്സ്പ്രസ് 210 വീണു, അങ്ങനെ 1-2 വണ്ടികൾ വീണു, നമ്മളൊന്ന് വീണു. ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഒരു ഓഫ് റോഡ് റൈഡിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഇപ്പം മുത്തുമാരി ഹിൽസിലേക്കാണ് ഇന്ന് റൈഡ്. ഒരുപാട് സ്ഥലത്തുനിന്ന് ജോയിൻ ചെയ്യാനുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓഫ് റോഡിന് വേണ്ടി വണ്ടി റെഡിയാക്കുന്നത് മുതൽ റൈഡ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവരെ മീറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് കൂടുതൽ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം രാവിലെ റൈഡാണല്ലോ. അപ്പോൾ 6 മണിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏകദേശം 5 മണിയാകുമ്പോൾ നമ്മൾ എണീറ്റ് റെഡിയായി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൂബൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഉറങ്ങിയത്. 2 അലാറം വെച്ചു. ഒന്ന് 4:30ക്കും വെച്ചു, ഒന്ന് 5 മണിക്കും വെച്ചു. അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ ഒന്ന് 3:30ക്ക് എണീറ്റു, അത് കഴിഞ്ഞിട്ട് ഒന്ന് 4 മണിക്ക് എണീറ്റു. അപ്പോൾ 2 പ്രാവശ്യം മൊബൈലെടുത്ത് നോക്കി, ആയില്ല എന്ന് പറഞ്ഞു, കണ്ണടച്ചു. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് 6:12 പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. ലൂബ് മാത്രം പെട്ടെന്ന് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് എൻജിൻ വാമപ്പായി കഴിയുന്നതിനിടക്ക് ഞാൻ റെഡിയായി വന്നു. അപ്പോൾ ഇവരൊക്കെ അത്രയും നേരം വെയിറ്റ് ചെയ്തു. ഒരാൾ മാത്രം വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവരേകദേശം ഒരു 10 മിനിറ്റ് എനിക്കും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടും. അപ്പോൾ എന്തായാലും നമ്മളിപ്പം 5 വണ്ടികളാണുള്ളത്. ബാക്കിയുള്ള വണ്ടികൾ നമ്മുടെ പാൽച്ചുരം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടുന്നാണ് വരുന്നത്, എവിടുന്നാണ് മീറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഗൈസ്, ശരിക്കും ഗോൾഡൻ ടൈമാണ്. ഇത്ര നേരം കോട ഉണ്ടായിരുന്നു. അപ്പോൾ കോടയും സൂര്യപ്രകാശം കൂടെ കണ്ടുകൊണ്ടാണ് ഞാൻ ക്യാമറ രണ്ടാമതെടുത്ത് വെച്ചത്. പക്ഷേ ഇപ്പം സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ. എന്നിട്ടും അതിനൊരു നല്ലൊരു ഭംഗിയുണ്ട്. നമുക്കിനി ഒരുപാട് ദൂരം റൈഡ് ചെയ്യാനുണ്ട്. ഞാനാണെങ്കിൽ ഫ്യൂവൽ പോലും അടിച്ചിട്ടില്ല. ഇനിയിപ്പം നെക്സ്റ്റ് ഫ്യൂവൽ സ്റ്റേഷൻ കാണുമ്പം അവിടെ നിന്ന് ഫ്യൂവൽ അടിക്കണം. അപ്പോൾ ബാക്കി എല്ലാവരും മൊത്തത്തിൽ പ്രിപ്പയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയെങ്കിലും റൈഡ് പോകുമ്പോൾ നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കെന്തായാലും ഫ്യൂവൽ അടിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിച്ച് കഴിയുന്നവരെ അവരെ വെയിറ്റ് ചെയ്യിക്കണ്ട. അതുകൊണ്ട് ഞാൻ മുന്നിൽ വന്നു. ഫുള്ളായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിച്ചു. അവരിപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. പിന്നെ നമുക്ക് അവരെ പിടിക്കാം. ഗൈസ്, ഗ്രൂപ്പിൽ റൈഡ് ചെയ്യുമ്പം സ്ലോ ആയി പോകുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇവരെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം 70 തന്നെ പിടിച്ചു. നമ്മൾ കണിച്ചാറെത്താനായി. ഇനി അത് കഴിഞ്ഞാൽ കൊട്ടിയൂർ കഴിഞ്ഞാൽ പിന്നെ പാൽച്ചുരമാണ്. ചുരം കയറുമ്പോൾ അത്യാവശ്യം നല്ല വിഷ്വൽസ് ഉണ്ടാവും. കുറച്ചുകൂടെ ഒന്ന് നേരത്തെ ആയിരുന്നെങ്കിൽ, 6 മണിക്ക് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു സമയം നമുക്ക് കോടയും കൂടെ കാണായിരുന്നു. നമ്മൾ പാൽച്ചുരം എത്തി. നമ്മൾ വിചാരിച്ച പോലെ കോടയൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ 7:30, അതുകൊണ്ടായിരിക്കും നല്ല വെയിലാണ്. നമുക്ക് ആ വ്യൂ ഒന്ന് പ്രോപ്പറായി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി വരണമായിരുന്നു. അങ്ങോട്ടേക്കാണ് വ്യൂ മുഴുവൻ. ഇവിടെ നമുക്ക് കയറ്റം കയറുന്ന വണ്ടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, വരാനുള്ളവരൊക്കെ പല നാട്ടിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ഓരോ പോയിന്റിൽ നിർത്തി ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടാണ് യാത്ര.
ഈ ഒരു സമയമാകുമ്പോഴേക്ക് തന്നെ എല്ലാവർക്കും നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനത്തെ ആളും വന്നതിന് ശേഷം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ റൈഡ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അവിടെ വേണ്ടിട്ടുണ്ട്, നല്ല പരിചയമുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും എത്തി, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ലൊക്കേഷനിലേക്ക് പോവാണ്. നന്നായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ അറിയുന്നവന്മാരാണ് കൂടെയുള്ളത്. 1-2 നോർമൽ ബൈക്സും കൂടെ ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു കംഫർട്ടുണ്ട്. അപ്പം ഇവരെ ഗ്യാങ്ങിൽ ഒരു ഹാബിയൂസയും അതുപോലെ കുറച്ച് പ്രീമിയം ബൈക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഹാബിയൂസ ഒരു സ്വിഫ്റ്റുമായിട്ട് ആക്സിഡൻ്റ് ആയി. ഗ്രൂപ്പിലൊരു 10-15 പേരുണ്ടായിരുന്നു. അപ്പം ഒരു വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾ മാത്രമേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആ പുള്ളിയാണ് GS310 ഉള്ള ആൾ. അല്ലെങ്കിൽ ഒരു 10-15 വണ്ടിയും കൂടെ എക്സ്ട്രാ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. മുത്തുമാരി ഹിൽസിൻ്റെ 3 സൈഡ് 3 വ്യൂ പോയിൻ്റ് ഉണ്ട്. കുറച്ച് ഓഫ് റോഡ് ചെയ്തിട്ട് ബാക്കി ഹൈക്ക് ചെയ്യണം. അങ്ങനെ 3 സൈഡും വേറെ സെപ്പറേറ്റ് ഓഫ് റോഡ്സ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. കുറേ പേര് നല്ല ഗിയേഴ്സിലാണ് വന്നിട്ടുള്ളത്. ചിലർ എന്നെപ്പോലെ ക്രോക്സ് മാത്രം ഇട്ട് വന്നവരുണ്ട്. സാധാരണ ഇവരുടെ കൂട്ടത്തിൽ 1-2 വിശ്രമം വേറെ ഉണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു വീസ്ട്രോം, ഒരു ബുള്ളറ്റ്, ഒരു ഹിമാലയൻ, ബാക്കിയൊക്കെ ഇതിനൊരു സ്പ്ലെൻഡറും കൂടി ഉണ്ട്. ബാക്കിയൊക്കെ എക്സ്പൾസാണ്. എക്സ്പൾസ് മയമാണ് മുഴുവൻ. ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം നമ്മുടെ മറ്റേ ഗ്യാങ്ങിനെ കൂട്ടി ഒന്നും കൂടെ വരാൻ. ഒരു തമിഴ്നാട്ടിലൊക്കെ പോയൊരു വൈബ് കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു. റോഡ് ചെറുതായി വരുന്നുണ്ട്, തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കട്ട് റോഡ് തുടങ്ങി. കറണ്ട് കമ്പിയാണ്. പാൻറ് ഇട്ടില്ലല്ലോ. ഹീറ്റ് കുറവാ. ആ അയ്യോ, ബുള്ളറ്റ് ചേരുന്നല്ലോ. രണ്ട് വണ്ടിയിൽ ഡബിൾസിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെങ്ങനെ കയറി വരുമെന്നറിയില്ല. ഇത് അത്യാവശ്യം സ്റ്റീപ്പാണ്. ഓക്കെ, ആടേതാ അവിടെ ആവണോ? ആനപ്പിണ്ടാണ്.
നമ്മുടെ ഈ സൈഡിൽ കാണുന്ന പോലെയുള്ള ആൾതാമസമില്ലാത്ത ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊരു പേടി തോന്നുന്നൊരു ലൊക്കേഷനാണ്. അത്യാവശ്യം നല്ല ടെറൈനാണ്. ക്യാമറ വേണം. ഫോണ് വീണുപോയി. നമ്മുടെ GS-ൻ്റെ വരവാണ്. ഒന്നുമില്ല. സ്പ്ലെൻഡർ പോയാ? ഇല്ലല്ലോ. അതെയോ? ഗൈസ്, അവിടെ സ്റ്റക്കായിട്ടൊന്നുമില്ല. റോഡ് വന്നു. രക്ഷയില്ല.
ഇപ്പോൾ ഒരു മഴക്കാറൊക്കെ കാണുന്നുണ്ട്. നമ്മൾ താഴെ വരെ കയറിയപ്പോൾ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. നമ്മുടെ മേലെ കുറച്ച് വണ്ടികൾ കയറി പോയിട്ടുണ്ട്. ഹിമാലയുണ്ട്, ഹിമാലയൻ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കയറുന്ന ഹില്ല് അത്യാവശ്യം സ്റ്റീപ്പാണ്. അതുകൂടാതെ ഈ കുണ്ടും കുഴിയൊക്കെ കുറച്ച് ടാസ്ക് പിടിച്ച കുണ്ടും കുഴിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ക്യാമറയുടെ ആംഗിൾ കാരണമാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മലയുടെ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയത്. പക്ഷേ അല്ല, ഇനിയാണ് ശരിയായ ഓഫ് റോഡ് കിടക്കുന്നത്. ആ, വണ്ടി പോന്നാ? ഹെൽമെറ്റ് ഒന്നും വയ്ക്കണ്ട. ആ, ആ, ക്രോക്സ് ഒക്കെ ഇട്ട് ഓഫ് റോഡ് വന്നതിലുള്ള മെയിനായിട്ടുള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. കയറാ, കുഴപ്പമില്ല. ഇന്നലെ ഇവിടെ എവിടെയും പോയത് ഒറ്റടി അതാണ്. ക്രാഷ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വിട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അതാണ്, അല്ല ഇപ്പോൾ ടാങ്ക് പോയേനെ.
ഇവിടെ എടുത്തോന്നു. ഗൈസ്, 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇത്തരത്തിലുള്ള ടെറൈനിൽ അത്രത്തോളം യൂസ്ഫുൾ അല്ല. കാരണം എക്സ്പൾസ് റാലി ഒഴികെ ബാക്കിയുള്ള ഒരുവിധം വണ്ടികളെല്ലാം ഈ ഭാഗത്തുള്ള പാറയിലൊക്കെ അടിഭാഗം ഇടിച്ചിട്ടാണ് പോയത്. നമ്മൾ തന്നെ 2 ഫൂട്ട് റെസ്റ്റും പലതവണ പാറയിലൊക്കെ അടിച്ചടിച്ചാണ് വണ്ടി കയറിപ്പോകുന്നത്. കാരണം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, പാറയൊക്കെ അത്യാവശ്യം ഹൈറ്റുള്ള പാറകളാണ്. അത് മാത്രമല്ല ഇതിനകത്ത് നിന്നുണ്ടാകുന്ന കുലുക്കം ശരിക്കും നമ്മളെ ടയേർഡാക്കുന്നുണ്ട്. ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞാ ഇനി പോകണ്ട. ആ വണ്ടിയെടുത്ത് ഇത്രയും നാളായിട്ടും 21 ഇഞ്ച് വീല് ഞാൻ ഇന്നാണ് മിസ് ചെയ്യുന്നത്. കാരണം 19 ഇഞ്ച് വീലും 17 ഇഞ്ച് വീലൊന്നും ഈ ടെറൈനിൽ അത്രത്തോളം യൂസ്ഫുൾ അല്ല. എങ്ങോട്ടാ? ഏത് വഴിക്കാ അവർ പോയെ? വണ്ടി വെച്ചോടാം. അവരങ്ങോട്ട് പോയേ? വഴിയേതാ? വഴിയേതാ? അല്ല, തിരിക്കുന്നുണ്ടല്ലോ. അവരെന്താ തിരിക്കുന്നത്? തിരിച്ചു പോക്കാ? ഞാൻ വിചാരിച്ച ആന ഉണ്ടെന്ന്.
തിരിച്ചോ തിരിച്ചോ. എന്നേന്ന് കുറച്ചും കൂടെ ബാക്കാക്കുക. എടുത്തു വെച്ചോ, ലിവർ ബെൻഡാവൂലേ? എടാ എടുക്ക്, അങ്ങനെ വെക്കണ്ട. തിരിഞ്ഞു നിൽക്ക്. അങ്ങനെയല്ല, അവിടെ നിന്ന് തിരിഞ്ഞു നിൽക്ക്. ബാക്ക് ആ ഒരു മിനിറ്റടാ. എന്താ അങ്ങോട്ട് പോകുന്നത്? വണ്ടി നിലത്തിടാൻ കഴിയില്ല, ക്രാഷ് ഗാർഡ് ഇല്ലാത്തോണ്ട്. ഇല്ല വയ്യതാ. ആ ഓക്കെ, അറിയില്ല. കുന്നിൻ്റെ ഈ ഒരു ഭാഗത്തേക്കുള്ള വഴി ശരിക്കും ഇതല്ല. പക്ഷേ ശരിയായ വഴി കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ വഴി വെട്ടിയാണ് ഇവിടം വരെ എത്തിയത്. ഇവിടുന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം എല്ലാവരും ഒന്ന് വിശദമായി പരിചയപ്പെടണം. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു എന്നല്ലാതെ ആരുടെയും പേര് പോലും ചോദിച്ചിട്ടില്ല.
അപ്പോൾ ഗൈസ് എനർജി മുഴുവൻ തീർന്നു. വണ്ടി ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല, അത്ര ടയർഡായിട്ടുള്ളത്. കാരണം നല്ല പാറയൊക്കെയുള്ള റോഡായതുകൊണ്ട് ഓരോ ചാട്ടം ചാടുമ്പോഴും വണ്ടിയുടെ മൊത്തം വെയിറ്റ് നമ്മുടെ മേലേക്കാണ് വരുന്നത്. ആകെ മടുത്തു. പിന്നെ സസ്പെൻഷൻ കുറച്ച് ഹാർഡായതുകൊണ്ട് അതിൻ്റെ ഇത് വേറെ. പക്ഷെ കയറി പോകുന്നുണ്ട് എല്ലാവരെയും. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്, മാറ്റി വെച്ചാൽ ബാക്കി സെറ്റാണ്. ചില സ്ഥലത്ത് വഴിയൊക്കെ തെറ്റി, പിന്നെ വഴി സ്വയം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കയറിപ്പോയത്. അയ്യോ, മുള്ളാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് വളക്കൽ നടക്കൂല. വലിയ വണ്ടിയുടെ ടയറൊക്കെ കാണുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. താഴേക്കാ കാലത്തെ ടൈമും കിട്ടൂല. നമ്മുടെ ക്ലച്ച് കേബിൾ നന്നായിട്ട് ടൈറ്റായിരുന്നു, അത് മാറ്റാനായിട്ടുണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഓഫ് റോഡ് കയറിയത്. അപ്പോൾ വീസ്ട്രോമൊക്കെ ഓടിച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ക്ലച്ച് അത്രത്തോളം ടൈറ്റാന്നുള്ളത്. അതിൻ്റെ കൂടെ ഈ കേബിളിൻ്റെ ടൈറ്റും കൂടെ വരുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടാണ് ഗിയർ മാറ്റാനൊക്കെ. അതുമാത്രമല്ല നമ്മുടെ ഗിയർ ബോക്സിൻ്റെ അവസ്ഥയും കുറച്ച് പരിതാപകരമാണ്. അത് വീസ്ട്രോമിൽ മാത്രമല്ല നമ്മുടെ ജിക്സേഴ്സിലൊക്കെ ആണെങ്കിലും സെയിം ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത്. ശരിക്കും ഒരു സുഖമില്ലാത്തൊരു ഗിയർ ബോക്സാണ് സുസുക്കിയുടെ വണ്ടികൾക്ക്. കയറി വരുന്നതിനേക്കാളും ടാസ്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓഫ് റോഡിൻ്റെ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്ക് എൻ്റെ എനർജി മൊത്തമായിട്ടും ഡ്രെയിനായി പോയിട്ടുണ്ടായിരുന്നു. ഇനി വണ്ടി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാനും പോകും എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. നമ്മുടെ വണ്ടിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടൊരു സുഖം കിട്ടുന്നില്ല.
നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ ABS നന്നായിട്ട് പിടിക്കുന്ന സൗണ്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓഫ് റോഡ് റൈഡ് ഇന്നിവിടെ കഴിയാണ്. നമ്മൾ കഴിഞ്ഞ തവണ തുടിമരം പോയപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ഹാർഡ് കോർ ഓഫ് റോഡ് ആയിരുന്നില്ല. പക്ഷേ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ എനർജി വേണ്ടി വന്നു. കാരണം റോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ പാറയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടി 2-3 തവണ ചെരിഞ്ഞു. ഞാൻ എൻ്റെ ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ടാണ് ചാടി ഇറങ്ങി വണ്ടി പിടിച്ചു നിർത്തിയത്. കാരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ക്രാഷ് കാർഡ് ഇല്ലാത്തതാണ്. കിറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ സർവീസ് സെൻറ്ററിൽ കുറച്ച് ദിവസം വെക്കേണ്ടി വരും, വലിയ ചിലവാകും. അതൊക്കെ ആലോചിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഭാവിയിൽ ഇതുപോലുള്ള റൈഡുകൾ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സോളോ വ്ളോഗുകളും ട്രാവൽ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.